ഹലോ. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഒളിവിയ ഞങ്ങൾ പൂട്ടുകയാണ്. പിന്നെ വേറൊരു ആൾ വന്നിട്ട് ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അയാൾ വന്നിട്ട് പറയുന്നത്, ഒരു പെങ്കൊച്ചാണ്, അത് വന്നിട്ട് പറയുന്നത്, നിങ്ങളെല്ലാവരും ചേർന്ന് ബിസിനസ് പൂട്ടിച്ചില്ലേ? ഞങ്ങളാരും ബിസിനസ് പൂട്ടാൻ പറഞ്ഞില്ല. ഇനി ഒളിവിയക്കാർ തന്നെ വന്ന് പറയുന്നത് അവർ നടത്തുന്ന ഒരു ബിസിനസ്സാണ്, അതിൻ്റെ അകത്ത് എംപ്ലോയീസിനാണ് അവർ അവിടെ വെച്ചേക്കുന്നത് ഇതൊക്കെ. അങ്ങനെ ഒരു സാധനം ഇന്ന് വന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ പൂട്ടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടാൻ പറ്റുമെന്ന് ഒന്ന് ചിന്തിക്കുക. അത് കാരണം ഒരു സ്ഥാപനം നടത്തുന്നത്, അതിൻ്റെ അകത്ത് എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലാതെ പൂട്ടാനൊന്നും പറ്റൂല. അത് അറിഞ്ഞുകൂടാത്ത മണ്ടന്മാരുകൾ ചിലപ്പോൾ അങ്ങനെ വീഡിയോകളൊക്കെ ഇടാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹാദിയ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചവൻ വന്നിട്ട് എന്തൊക്കെ പറയുന്നുകൊണ്ടിരുന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് ആ ബിസിനസ് പൂട്ടി, നിങ്ങൾ അത് ചെയ്തു, നിങ്ങൾ മറ്റത് ചെയ്തു, മറിച്ചത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. സംഭവം പിന്നെ ഏത് കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് വെച്ചാണോ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു. കമൻറ്റ് വെച്ചല്ല ജഡ്ജ് ചെയ്യുന്നത് കേട്ടോ ഹാദിയ, കമൻറ്റ് വെച്ചല്ല ജഡ്ജ് ചെയ്യുന്നത്. അവിടെ നടന്ന സംഭവങ്ങൾ ഓരോന്നായിട്ട് ആ കമൻറ്റ് ചെയ്ത പിള്ളേരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ജഡ്ജ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വെറുതെ ഒരു കമൻറ്റ് കണ്ടുകൊണ്ട് എല്ലാവരും കൂടെ പോയി വീഡിയോ ചെയ്തതല്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടവരോ ആരെങ്കിലും ഇതിനകത്തെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടായിരിക്കും. അവിടെ ഇതിനകത്ത് ചിലപ്പോൾ ഉടായ്പകൾ കാണുമായിരിക്കും. അടുത്തത് ഞങ്ങൾ പിടിക്കപ്പെടുമോ എന്നുള്ള ഒരു ബേജാറിൽ നിന്നുണ്ടായ വീഡിയോ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം കുട്ടികളെ ഇതിലോട്ട് വരാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആദ്യം ഒളിവിയയുടെ പരസ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പരസ്യത്തിൽ കൊടുക്കുന്ന വാചകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് 20,000, 25,000, പിന്നെ 40,000 നിങ്ങളുടെ ശമ്പളം, സാലറി. ഓക്കെ, സാലറിയും കമ്മീഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സാലറി എന്നാണ് പറയുന്നത്. ആദ്യം കേട്ടിട്ടുണ്ടോ? തെറ്റാണ്. സാലറി ഇല്ല, കമ്മീഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, കമ്മീഷനാണ് കൊടുക്കുന്നത്. ബാക്കി ഡീറ്റെയിൽ പിന്നെ പറയാം. രണ്ടാമത് ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ഫുഡ്. രണ്ടും നുണ. ഇത് രണ്ടും നുണകളാണ്. ഇതിൽ നിന്നാണ് അവർ പരസ്യം തുടങ്ങുന്നത്. അതിനുശേഷം ഇവർ പരസ്യങ്ങളിടുന്നു, എല്ലാ ശനിയാഴ്ചയും ഇൻ്റർവ്യൂ നടത്തുന്നു എന്ന് പറയുന്നു. ഒരുപാട് പേര് ചെല്ലുന്നു. ഇനി അടുത്ത ഇൻ്റർവ്യൂ പ്രോസസ്സാണ്. ഇൻ്റർവ്യൂവിൽ അവരെങ്ങനെയാണ് എടുക്കുന്നത്? ജാതി, മതം, ഓക്കെ, പിന്നെ കറുപ്പ് വെളുപ്പ്, പിന്നെ സൗന്ദര്യം, ഇതെല്ലാം നോക്കിയിട്ടാണ് എടുക്കുന്നത്. മുസ്ലിം കൊച്ചുങ്ങളാണെങ്കിൽ എടുക്കില്ല. ഓക്കെ, ഇത് ആ കമൻറ്റിൻ്റെ അകത്തുണ്ട്, മുസ്ലിം പെൺകൊച്ചുങ്ങളാണെങ്കിൽ എടുക്കില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഹാദിയൊക്കെ അതിൻ്റെ അകത്ത് നീ പറയണ്ടോ? അടുത്ത സംഭവം ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് നിയമവശങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇൻഫ്ലുവൻസേഴ്സ് മനസ്സിലാക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഇൻഫ്ലുവൻസർകാർ ഇതും കൂടെ കുറച്ച് പഠിച്ചു വെച്ചേക്കുക, നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ അതിനെന്താണ് നിയമവശങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതണക്കാണ് ഇവരുടെ ഇൻ്റർവ്യൂ പ്രോസസ് നടക്കുന്നത്. ഇതൊരു ഓൺലൈൻ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് നടത്തുന്നത്? ഓൺലൈൻ എന്ന് വെച്ചാൽ അവിടെ നിന്ന് എൻക്വയറി വരുന്നു, ഇത് മറ്റേത് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് എന്തിനാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നതെന്നുള്ളത് അറിയില്ല. ഓക്കെ, ഇപ്പോൾ അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇൻ്റർവ്യൂവിൽ. അതെ, ഇനി ഇൻ്റർവ്യൂവിന് വരുന്നത് എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ച ഒരു പെങ്കൊച്ച് കാലിക്കട്ട് എന്നാണ് വരുന്നത്. അത് തന്നെ ഇൻ്റർവ്യൂവിന് വന്നത്. ഇത്രയും മോശമായൊരു ഇൻ്റർവ്യൂ അതിൻ്റെ 2-3 ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊന്നും ഇതാണ് ഇത്രയും മോശപ്പെട്ടൊരു ഇൻ്റർവ്യൂ അതിലാരും കണ്ടിട്ടില്ല. അത്ര മോശം രീതിയിലാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. പിന്നെ ഈ ഒളിവിയ ഡിസൈൻസ് ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ യൂട്യൂബ് വരുമാനമുള്ള ചാനൽ. ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചാ? അപ്പോൾ അവിടെ ഇൻ്റർവ്യൂവിന് ഇരുന്ന പെമ്പ് വേഗം നല്ല ഇത് വേറെ ചാനലുകളൊക്കെയാണ്. അവിടുത്തെ അണ്ണൻ, അവിടുത്തെ ഈ ഉടമസ്ഥനായ അണ്ണൻ സമ്മതിക്കില്ല. ഉടമസ്ഥനായ അണ്ണൻ പറയുന്നത് എന്താണ്? അല്ല, ഞങ്ങളാണ്. പിന്നെ പുള്ളി അവരോട് സംസാരിക്കുന്ന രീതി തന്നെ വളരെ മോശമായ രീതിയാണ്. കാരണം അവർ ഇൻ്റർവ്യൂവിന് വന്നേക്കുന്ന ആൾക്കാരാണ്. അവർ സത്യം പറഞ്ഞാൽ വരെ ഈ ആൾ അംഗീകരിച്ച് കൊടുക്കില്ല. അണ്ണൻ്റെ വോയിസുകളൊക്കെ ഞാൻ പിന്നെ ഇടാം, ഈ വീഡിയോയ്ക്കകത്ത് തന്നെ അത് ഉൾപ്പെടുത്തും. ഇനി അപ്പോൾ ഇതാണ് ഇൻ്റർവ്യൂ പ്രോസസ്സ്. ഇൻ്റർവ്യൂ പ്രോസസ്സിൻ്റെ അകത്ത് കുറച്ച് നല്ല വെളുത്ത കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ മാത്രം സെലക്ട് ചെയ്യും. ഓക്കെ,
അങ്ങനെ സെലക്ട് ചെയ്തെടുക്കുന്നു. ഇതാണ് പ്രോസസ്സ്. അങ്ങനെയുള്ളവർക്ക് നാളെ മുതൽ തന്നെ ജോലിക്ക് വരാം. എത്ര രൂപ ശമ്പളം? 25,000 40,000 രൂപയ്ക്കാണ് ശമ്പളം. ഓർത്ത് വെച്ചോ, 25,000 40,000 രൂപയാണ് ശമ്പളം. നിങ്ങൾ അടുത്ത ദിവസം വരുന്നു, ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അടുത്ത കിട്ടാൻ പോണ പണി എന്ന് പറയുന്നത് ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞ പീരീഡ് അവർ നടത്തുന്നുണ്ട്. 15 ദിവസം ആണെന്ന് പറയുന്നത്. ഓക്കെ, 15 ദിവസം എന്നാണ് പറയുന്നത്. ഈ ടൈമിൽ നിങ്ങൾക്ക് പൈസയൊന്നുമില്ല, കൊട്ടുക, പൈസയൊന്നുമില്ല. ഈ ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ മൊബൈൽ വാങ്ങിക്കണം. ആര് വാങ്ങിക്കണം? ഈ പെൺകുട്ടികൾ വാങ്ങിക്കണം. അപ്പോൾ 20,000 20,000 രൂപയുടെ മൊബൈൽ നിങ്ങൾ വാങ്ങിക്കണം. നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊരു എഗ്രിമെൻ്റ് ഉണ്ട്. നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിക്കുന്ന മൊബൈലിന് ഒരു എഗ്രിമെൻറ്റ്. നിങ്ങൾ പോകാൻ നേരത്ത് ഈ മൊബൈൽ ഇതിൻ്റെ സിമ്മ് ഇവിടെ തന്നിട്ട് പോകണം. അതാണ് എഗ്രിമെൻറ്റ്. കൊള്ളാമോ? അപ്പോൾ ഇത് ഹാദിയയ്ക്ക് അറിയാമോ? ഹാദിയ വീഡിയോ ചെയ്തിട്ടാണല്ലോ. ഹാദിയയ്ക്ക് ഇത് അറിയാമോ? ഇല്ല, അറിയത്തില്ല. എന്തുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത്? എന്തെങ്കിലും മാങ്ങി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആ പെൺകുട്ടികൾ മൊബൈൽ അവിടെ മേടിച്ച് വയ്ക്കും. അതായത് അവർ 20,000 രൂപ കൊടുത്ത് മേടിക്കുന്ന മൊബൈൽ അവരവിടെ കൊടുത്തിട്ട് പോകണം. ആ 20,000 രൂപ തിരിച്ചവർ കൊടുക്കുന്നില്ല. കേട്ടാ? ഏത് കോപ്പിലെ ന്യായമാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതാണൊക്കെ മുദ്ര പേപ്പറിൽ എഴുതി മേടിക്കും. മുദ്ര പേപ്പറിൻ്റെ ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ എല്ലാം കണ്ണും തുറച്ച് നോക്കിയിരിക്കും. മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല അവിടെ. അങ്ങനെ ഇത് അടുത്തത്. ഇനി ഇത്രയും കഴിഞ്ഞല്ലോ. അതിനുശേഷം നിങ്ങളടുത്ത് പറയും ശമ്പളമൊന്നുമില്ല, കമ്മീഷൻ. നിങ്ങൾ 3 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ 10% കമ്മീഷൻ. നല്ല കാര്യമല്ലേ? 3 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 30,000 രൂപ കിട്ടും. കറക്റ്റല്ലേ? 30,000 രൂപ കിട്ടും. 3 ലക്ഷം നിങ്ങളെ ടാർഗറ്റ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്താണ് കിട്ടുന്നതെന്ന് അറിയാമോ? 10% അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. 10% നിങ്ങൾക്ക് തരും. പക്ഷേ അതിൽ 5% അവർക്ക് തിരിച്ചു കൊടുക്കണം. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അതായത് ബലത്തിൽ നിങ്ങൾക്ക് 5% മാത്രം. 3 ലക്ഷം രൂപ ബിസിനസ് വന്നില്ലെങ്കിൽ 5% മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇതാണൊക്കെയാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. കമ്മീഷൻ, സാലറി ഇല്ല, കമ്മീഷനാണ്. ഇനി ഈ ഇത്രയും ഭയങ്കര സാലറി കൊടുക്കുന്ന ആ ടീമാണല്ലോ. ഭയങ്കര സാലറി കൊടുക്കുന്നത്, ഇത്രയും വലിയ സാലറിയൊക്കെയാണ് കൊടുക്കുന്നത്. 40,000 30,000 25,000 ഇതൊക്കെയാണല്ലോ സാലറി അവർ കൊടുക്കുന്നത്. ഇത് പറയുന്നത്, കൊടുക്കുന്നതല്ല പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഓർത്തോ, പറയുന്നത്. ഇനി ഇതിൻ്റെ സ്ലിപ്പുകൾ ഞാൻ ഇവിടെ കാണിക്കാം. ഒരു സ്ലിപ്പ് കണ്ടോളണം. അപ്പോൾ ആ സ്ലിപ്പ് എത്ര രൂപയാണ് ആ കൊച്ച് നടത്തിയേക്കുന്ന ബിസിനസ്സെന്നും 10% അതിൻ്റെ അകത്തുനിന്ന് കൊടുത്തേക്കുന്നതും അതിൻ്റെ അകത്തുനിന്ന് എത്ര രൂപയാണ് ആ പെൺകൊച്ചിന് കൊടുത്തതെന്നുള്ളതും ഇതിൻ്റെ അകത്ത് കാണാം. അപ്പോൾ 14,000 സംതിങ്ങാണ് ആ പെൺകൊച്ചിന് കിട്ടാനുള്ളത്. അതായത് ലീവുകളൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, ലീവൊന്നും എടുത്തിട്ടില്ല. കാണാം, സ്ലിപ്പിൽ കാണാം, ലീവൊന്നും എടുത്തിട്ടില്ല. ഒന്നും എടുക്കാതെ 10% കൊടുത്തേക്കുന്ന പെൺകൊച്ചിന് വന്നേക്കുന്നത് 12,000 രൂപ. 1,000 സംതിങ് രൂപ എവിടെ പോയി? 1,000 സംതിങ് രൂപ എവിടെ പോയി? കാണുവാനില്ല അല്ലേ? അപ്പോൾ ആദ്യം അത് പറയാം. ഈ 1,000 സംതിങ് രൂപ കാണാതെ പോയതല്ല. നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയാൻ നേരത്ത് ആ ഫ്രീ ഷിപ്പിംഗ് കസ്റ്റമറിൽ നിന്ന് കട്ട് ചെയ്യുന്നില്ല. പകരം ഈ പെൺകൊച്ചുങ്ങൾ ആരാണോ ആ ബിസിനസ് നടത്തുന്നത് അവരുടെ പൈസയിൽ നിന്ന് കട്ട് ചെയ്തതാണ് ആ കാണുന്നത്. കേട്ടോ? അതാണ് ആ കാണുന്നത്. ഇനി ഇവർക്ക് 12,000 രൂപ കൊടുത്തല്ലോ ഈ പെൺകൊച്ചിന്. ചെക്ക് കൊടുക്കും, ബാങ്കിൽ കൊണ്ടുപോയി മാറുന്നത്. ആ മാറിക്കഴിയാൻ നേരത്ത് അടുത്ത അണ്ണന്മാരുടനെ ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്ന അണ്ണന്മാർ ഈ ഫുഡിൻ്റെ പൈസയും, ഒരു നേരത്തെ ഫുഡാണ് കേട്ടോ, ഒരു നേരത്തെ ഫുഡ്, 3 നേരത്തെ ഫുഡും അല്ല, ഒറ്റ നേരത്തെ ഫുഡ്. ആ ഫുഡിൻ്റെ പൈസയും ഈ അണ്ണന്മാർ വാങ്ങിക്കും. അതേ കണക്ക് അക്കോമഡേഷൻ്റെ പൈസയും ഇവർ വാങ്ങിക്കും. ഒരു വീടാണ് എടുത്തു കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് 25 പേര്, ഒരു വീട്ടിൻ്റെ അകത്ത്, നമ്മളെ വീട്ടിൻ്റെ അകത്ത് തന്നെ 25 പേര് താമസിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? എങ്ങനെയാണ് ഉണ്ടാവും? വീട്ടിൻ്റെ അകത്ത് 25 ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചു നമ്മളെ വീട്ടിൽ, എന്തായിരിക്കും അവസ്ഥ? ഊഹിക്കാവുന്നതേ ഉള്ളു. അതേ കണക്ക് ആണ് ഇവിടെയും കൊടുക്കുന്നത്. ഇപ്പോൾ 25 പേരും വേണ്ട, 15 പേര് ഒരു വീട്ടിൽ. സാറിന് വീട് അറിയാമല്ലേ? അതേ കണക്കത്തെ വീട്ടിൽ 15 പേരാണെന്ന് വിചാരിച്ചു.
അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പുള്ളി പിന്നെ ഒരു നിയമം കൊണ്ടുപോകും. കാരണം ഇതിൻ്റെ സാലറി മേടിച്ചിട്ട് ചിലരങ്ങ് വെക്കളയും, പിരിഞ്ഞു വെക്കളയും. അപ്പോൾ പുള്ളിക്ക് മറ്റേ ക്യാഷ് കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്തു പുള്ളി? ആ പൈസയും കൂടെ ഇവരുടെ ഈ സ്ലിപ്പ് എഴുതത്തില്ല, ആ ടൈമിൽ തന്നെ ആ പൈസ അവിടെ കുറയ്ക്കും. അതിനുശേഷം മാത്രമേ ആ പൈസ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആ ചെക്കരയും കൊടുക്കുന്നത്. എങ്ങനെയുണ്ട്? ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ഫുഡ് എന്ന് പറയുന്ന സാധനം പൊളിഞ്ഞ അങ്ങനെയാണ് പൊളിയുന്നത്. അപ്പോൾ ഹൈദീസ് എന്നൊക്കെ പറയുന്നവർ വീഡിയോ ചെയ്യാൻ നേരത്ത് ഈ മാങ്ങാത്തൊലിയൊക്കെ ഒന്ന് അന്വേഷിക്കുക, എന്നിട്ട് വേണം വീഡിയോ ചെയ്യാനായിട്ട്. ഒരു മണ്ണാങ്കട്ടെ അറിഞ്ഞൂടെ അവർ കൊടുക്കുന്ന പരസ്യവും അവർ കൊടുക്കുന്ന കുന്തങ്ങളെല്ലാം കണ്ടിട്ട് അവിടെ ചെല്ലാൻ നേരുന്ന പിള്ളേരാണിത്. ആ പിള്ളേരെ കാണി അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ആ പെൺപിള്ളേർ പ്രതികരിക്കും, അത്രയേ ഉള്ളൂ. അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി, അവർ പ്രതികരിക്കാൻ തുടങ്ങി, അവർ കൂട്ടത്തോടെ പ്രതികരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ ഇതണക്കത്തെ സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട നടത്തുക ചെയ്യും. അവിടെ ഇതണക്കത്തെ ഉടായ്പകൾ കാണുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരെ സപ്പോർട്ട് ചെയ്യണം? ഇതേ കണക്കുള്ള ഉടായ്പ നടത്തുന്ന സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ നല്ല സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്തോ. ഉടായ്പ നടത്തുന്ന ബിസിനസ് പൂട്ടിപ്പോണം എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ പറയുന്നത് പൂട്ടിപ്പോണമെന്നാണ്. എന്തിനാണ് അവർ ഈ ഉടായ്പ വെച്ചുകൊണ്ട് നടക്കുന്നത്? ഇപ്പോൾ ഈ ഉടായ്പിലൂടെയാണ് പൈസ മൊത്തം പോകണം. ഇനി 12,000 രൂപ ഇട്ടെന്ന് വിചാരിച്ചോ. അടുത്ത ഫൈൻ പുള്ളിക്കാരൻ്റെ വോയിസുകൾ ഞാൻ ഇട്ടുതരാം. അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ എത്ര പ്രാവശ്യം എന്തിനൊക്കെ ഫൈൻ മേടിക്കുക നിങ്ങൾ നോക്കിയോ. ഫൈൻ എന്തിനൊക്കെയാണെന്ന് അറിയണ്ടേ? ഒന്ന്, പുള്ളി വാട്സപ്പിൽ മെസ്സേജ് അയക്കും, പിന്നെ ഇൻസ്പിറേഷണൽ വീഡിയോസ് അയച്ചു കൊടുക്കും. ഓക്കെ, ഇതൊക്കെ അയക്കും. ഇതൊക്കെ അയച്ച ശേഷം ഓഫീസ് വരുന്ന പെൺപിള്ളേരടുത്ത് ഇതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും. അവർ ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 1000 രൂപ വെച്ച് കട്ട് ചെയ്യും. അതായത് അവർക്ക് സ്ലിപ്പ് കൊടുക്കുന്ന പേയ്മെൻറ്റ് സ്ലിപ്പ് കൊടുക്കുന്ന ടൈമിൽ തന്നെ ഇതെല്ലാം കട്ട് ചെയ്യും. എങ്ങനെയുണ്ട്? എവിടെ ഏത് കൊത്താഴത്ത സംഭവമാണത് ഒന്ന് പറഞ്ഞു തരാമോ? ലിപ്സ്റ്റിക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ 2000-3000 രൂപയൊക്കെ ഫൈൻ ചെയ്യും. അങ്ങനെയുണ്ട്. കാല് നീട്ടി വെച്ചിരുന്ന ആ ഫൈൻ. അങ്ങനെ പലതിനും ഫൈൻ ഫൈൻ ഫൈൻ. ഇതെല്ലാം ഈ പെങ്കൊച്ചുങ്ങൾ ഈ 12,000 രൂപ കിട്ടിയല്ലോ, അതിൻ്റെ അകത്തുനിന്ന് ആ പെങ്കൊച്ച് അടയ്ക്കണം. അവധി എടുക്കുന്ന സമയത്ത് മൊബൈൽ ഇവിടെ വെച്ചിട്ട് പോകണം. മൊബൈൽ കൊണ്ടുപോയി അവധി എടുത്താൽ 1000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും. പിന്നെ കംപ്ലയിൻറ്റുകൾ വന്നാൽ 1000 രൂപയാണ് ഫൈൻ. ഒരു കസ്റ്റമർ നിങ്ങളെ കുറിച്ച് കംപ്ലയിൻറ്റ് വന്നാൽ 1000 രൂപ ഫൈൻ അടയ്ക്കണം. 1000 രൂപ ഫൈൻ അടയ്ക്കണം. 1000 രൂപ ഫൈൻ അടച്ചെങ്കിൽ മാത്രമേ ബില്ല് അടിക്കുകയുള്ളൂ. ക്യാഷായിട്ട് കൊടുക്കണം. അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബാക്കി എത്ര കിട്ടുന്നുണ്ട്? എത്ര കിട്ടും? പോട്ട് 2000 രൂപ അതിൻ്റെ ഫൈൻ ഒന്ന് വിചാരിക്കാം നമുക്ക്. അപ്പോൾ 12,000 കിട്ടിയാൽ 2000 പോയി, 10,000 ഇല്ലേ? ഇനി എല്ലാ മാസവും ഈ കമ്പനിക്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. അത് ചില ആൾക്കാർ 5000 രൂപ കൊടുക്കണം, ചില ആൾക്കാർ 10,000 രൂപ കൊടുക്കണം. അപ്പോൾ ഈ പെങ്കൊച്ചിന് 10,000 ഡെപ്പോസിറ്റ് മേടിക്കുന്നുണ്ട്. ആ പെങ്കൊച്ചിന് എന്ത് സാലറി പിന്നെ കയ്യിലുണ്ട്? ഉണ്ട. മനസ്സിലായ? ഇത് കണക്കാണ് ബിസിനസ് നടത്തുന്നത്. ഇനി എന്താണ് ഡെപ്പോസിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത്, ഞങ്ങൾ എല്ലാവരെയും നിന്നും ഡെപ്പോസിറ്റ് മേടിച്ചാൽ നിങ്ങൾ പോകാൻ നേരത്തെ നിങ്ങൾക്ക് ഇത് ഒരുമിച്ചങ്ങ് തരാം. അപ്പോൾ നിങ്ങൾക്ക് വലിയ എമൗണ്ട് കിട്ടുമല്ലോ എല്ലാ മാസം നിങ്ങൾ പിടിച്ചു വെച്ചിട്ട്. ബാങ്ക് കാർഡ് ഏതേ എല്ലാ മാസവും പിടിച്ചു വയ്ക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇനി ഈ സംഭവം പിടിച്ചു വയ്ക്കുന്നു, നല്ല വലിയൊരു എമൗണ്ട് കിട്ടുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ ഈ എമൗണ്ടിന് ചെല്ലാൻ നേരത്തെ അവർ പറയും, ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്കെതിരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 60 ദിവസം വരെ നിങ്ങൾക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസ തരാമെന്ന് പറയും. ഇനി നിങ്ങൾക്കെതിരെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു 60,000 രൂപ ഉണ്ടെന്ന് വിചാരിച്ചു. 6 മാസം ജോലി ചെയ്ത് 10,000 വെച്ച് പിടിച്ച് 60,000 രൂപ ഉണ്ട്. ഇവർ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ പൈസ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്ന ആ 60,000 രൂപ നിങ്ങൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു 20,000 രൂപ 30,000 രൂപ കിട്ടിയാലായി. കേട്ടോ, കിട്ടിയാലായി നിങ്ങൾക്ക്. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതിനൊക്കെ എതിർക്കപ്പെടേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇവർ കണ്ടുപിടിച്ചേക്കുന്ന പുതിയൊരു മാർഗ്ഗമാണ് ഞങ്ങൾ പൂട്ടിപ്പോണോ. നിങ്ങളെങ്ങനെ എവിടെ പൂട്ടിപ്പോണത്? നിങ്ങൾ ഇതിൻ്റെ ഒന്ന് ഉത്തരം പറയാതെ നിങ്ങളങ്ങ് പൂട്ടിപ്പോയാൽ മതിയാ? നിങ്ങൾ ഇതിൻ്റെ ഒന്നും ഉത്തരം പറയാതെ നിങ്ങൾ പൂട്ടിപ്പോയി അങ്ങ് രക്ഷപ്പെടുക. ഞങ്ങൾ മുങ്ങുകയാണെന്ന് പറഞ്ഞോ? അങ്ങനെയെല്ലാം പറയാം. ഇനി ഇവരുടെ ഒരു സ്ഥാപനം ഒരു വീട്ടിൻ്റെ അകത്താണല്ലോ ഇത് നടത്തുന്നത്. ആ ഒരു റൂമിൻ്റെ ഒരു വലിപ്പം നോക്കുക. നിങ്ങൾ ഈ വീഡിയോക്കകത്ത് തന്നെ നോക്കുക. നിങ്ങളെ കുറേ വീഡിയോ കാണുന്നുണ്ടല്ലേ, ആ വീഡിയോക്കകത്ത് നോക്ക്. ഒരു 10-20 പിള്ളേർ നിൽക്കാൻ നേരത്തെ തന്നെ ആ റൂം ഫില്ലാണ്. അവർ തട്ടി നടക്കണം. അതാണ് റൂമുള്ളത്. അതിന് എവിടെ നിന്നാണ് പെർമിഷൻ കിട്ടിയെന്നുള്ളത് ആ നാട്ടിലുള്ള പോലീസാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഫയർ ഫോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഇവരൊക്കെ പറഞ്ഞു കൊടുക്കണം.
എങ്ങനെയാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തിട്ടുള്ളതെന്നുള്ളത്. ഇനി അതും പോരാ, ഇവർ ഓരോ ആഴ്ച ഇടുന്ന പരസ്യം 200 വേക്കൻസി ഉണ്ട്, 500 വേക്കൻസി ഉണ്ട്. എവിടെയാണ് ഈ 500 പേര് വന്നു കഴിഞ്ഞാൽ ഇരുത്താനുള്ള സൗകര്യം ഇവരെവിടെ ചെയ്തിട്ടുണ്ട്? ഈ റൂമിൻ്റെ അകത്താണ്. ഈ 50 പേര് നിന്നാൽ പേരെ അല്ല 30 പേരെ നിന്നാൽ തന്നെ തട്ടി മുത്തി നടക്കുന്ന അതിൻ്റെ അകത്ത് 500 പേരുടെ അല്ലെങ്കിൽ 200 പേരുടെ വേക്കൻസി ഉണ്ട് അല്ലേ? നിങ്ങൾ തലയിൽ കൂടെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും സാമാനം തന്നെയാണ് ഓടുന്നത് നിങ്ങൾക്കൊക്കെ ആണോ? എന്താണ് ഇതിനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അതെ, ഇവരുടെ ലൈസൻസ് ചെക്ക് ചെയ്യണം. ലൈസൻസ് ഇവരെന്താ ലൈസൻസാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈസൻസ്. പിന്നെ അതേ കണക്ക് തന്നെ ഈ എംപ്ലോയീസിന്, ഈ പെൺകൊച്ചുങ്ങൾക്കൊക്കെ നിങ്ങൾ സാലറി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ്. നിങ്ങൾ സാലറി കൊടുക്കുന്നില്ല, കള്ളത്തരം. അതിന് നിങ്ങൾ ആദ്യം അത് പിടിച്ചകത്തിടണം. നിങ്ങൾ ആ പിടിച്ച് കുറച്ചാൾ ജയിലിൽ കിടക്കാനത്ത് പുതിയ ഐഡിയാസ് വരും. അപ്പോൾ നമുക്ക് പുറത്ത് വന്നിട്ട് പുതിയ രീതിയിലെ ബിസിനസ് തുടങ്ങാം. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ചില ആൾക്കാർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ ഇവിടെ വന്ന് അവസാനം ഡ്രസ്സ് കൊടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്തുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, മറ്റൊന്നുമില്ല, മറിച്ചൊന്നുമില്ല എന്നുള്ളത് പറയും. അതിനെ സ്വാഭാവികമാണല്ലോ. കാരണം അവർ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഫൈൻ അടയ്ക്കണം. മനസ്സിലായോ? അതിൻ്റെ ഒരു വോയിസ് ഞാൻ ഇവിടെ വയ്ക്കാം. എല്ലാത്തിൻ്റെയും ഇടയ്ക്കിടയ്ക്കിടെ വോയിസുകൾ ഞാൻ ഈ വീഡിയോസിൻ്റെ പല ഭാഗത്തായിട്ട് വെച്ചേക്കാം. ഫൈൻ അടയ്ക്കണം. ഏതോ ഒരു പെങ്കൊച്ച് യഹന്മാർക്കെതിരെ എതിർത്ത് പറഞ്ഞു. അവള് ഇന്ന് വരുമ്പോൾ 1000 രൂപ ഫൈൻ. സ്ഥാപനത്തിന് മോശമായി ചിത്രീകരിച്ച നിമിഷയ്ക്ക് 1000 രൂപ ഫൈൻ ഇട്ടേര്. അവർക്കെതിരെ നോട്ടീസ് കൊടുക്കാം. എന്താണ്? നിങ്ങൾ കാരണം കാണിക്കാൻ നോട്ടീസ് കൊടുക്കാം. എവിടെ നിന്നാണോ ഇതേ കണക്കത്തെ ഫൈനുകൾ വിരിക്കുന്നത്? 1000 രൂപ ഫൈൻ കൊടുക്കുന്നത്. നിങ്ങൾ സാലറി പല സ്ഥലത്ത് എഴുതി വിടുന്നത് 20,000 30,000 രൂപയൊക്കെ ആയിരിക്കും ചിലർക്കൊക്കെ എഴുതി വിടുന്നത്. ഈ 20,000 30,000 രൂപ എഴുതി വിടുന്നവരിൽ നിന്ന് 10,000 രൂപ അങ്ങോട്ട് മേടിക്കും. 30,000 കിട്ടുന്ന ഒരാളുടെ നിന്ന് നിങ്ങൾ 10,000 മേടിക്കും. ആ 30,000 രൂപയിൽ 10,000 ഡെപ്പോസിറ്റ്. അപ്പോൾ എത്ര? 20,000. ആ 20,000 രൂപയിൽ എത്ര ഫൈന്? വീണ്ടും എത്രയായി? കോട്ടെ നിങ്ങളെ അക്കോമഡേഷനും ഫുഡും 1,500 അല്ലെ 2,000 കൂട്ടിക്കോ. 2,000 മറ്റേ അക്കോമഡേഷൻ, ഒരു 1,500 ഫുഡ്, ഒരു നേരത്തെ ഫുഡ്. ഓക്കെ, ഒരു നേരത്തെ ഫുഡ്. ഇതാ കഴിഞ്ഞപ്പോൾ എത്ര പോയി? 20,000 നിന്ന് 2,000 പോയി, 18,000. വീണ്ടും 1,500 പോയി. എങ്ങനെയുണ്ട്? അപ്പോൾ എത്രയായി സാലറി? അടുത്ത നിങ്ങളുടെ ഫൈനുകൾ നിങ്ങളൊരു 4,000 രൂപ. ഇതണക്കത്തെ വാട്സാപ്പിൽ കേട്ടില്ല, മറ്റതിന് കാലിരുന്നു, മറ്റതിരുന്ന് ഉറങ്ങി, ഇതിനൊക്കെ നിങ്ങൾ ഫൈൻ ഇടുകയാണെന്നുണ്ട്. പിന്നെ കസ്റ്റമർ വിളിച്ചെന്തോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫൈന്. ഇതെല്ലാം നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ എത്ര രൂപ കിട്ടും? അതായത് അവരുടെ കയ്യിൽ 30,000 രൂപ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം 10,000 ആദ്യമേ നിങ്ങൾക്ക് തന്നു, പിന്നെ 20,000. ആ 20,000 നിന്ന് 10,000 രൂപ നിങ്ങൾക്ക് തന്നെ തരും. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഫൈനുകളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും? ബാക്കി കിട്ടുന്ന 10,000. ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. 0 മേടിച്ച ആൾക്കാർ വരെ ചിലപ്പോൾ കാണും അവിടെ. അതായത് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും ഫൈൻ വെച്ചാണെന്നുണ്ടെങ്കിൽ. ഇനി ഈ സാലറിയൊക്കെ മേടിക്കുന്ന ടൈമിൽ തന്നെ അവസാനം മോതിരവും മാലയൊക്കെ പണയം വെച്ച് ഉപജീവനം നടത്തിയവർ വരെ ഉണ്ട്. ഇത്രയും രൂപ സാലറി മേടിക്കുന്നവരാണ്, പക്ഷെ ഇതൊക്കെ വിറ്റ് അല്ലെങ്കിൽ പണയം വെച്ചിട്ട് ജീവിക്കുന്ന പിള്ളേരാണ്. എന്തൊക്കെയാടോ അപ്പോഴും. പിന്നെ നിങ്ങൾ ഇതേ കണക്കാണ് ബിസിനസ് നടത്തുന്ന. ഇത് ബിസിനസ് എന്നാണ് പറയുന്നത്. ഇത് പകൽക്കൊള്ളയാണ്. പകൽക്കൊള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ പകൽക്കൊള്ള. അതാണ് നിങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇമാതിരി പകൽക്കൊള്ള എന്തിനാണ് നടത്തുന്നത്? പകൽക്കൊള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളെ കക്കാനാണ് വല്ല പോളെ അങ്ങ്. എന്തിനാണ് നീയൊക്കെ ഇങ്ങനത്തെ ബിസിനസ് നടത്തുന്ന? പെൺപിള്ളേരൊക്കെ അങ്ങ് ജോലി മറിച്ചു കൊടുക്കുകയാണ്, മറ്റത് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന് ചതിക്കാതെടാ മക്കളെ. ചതിക്കാതാ. ഇതേ കണക്കത്ത കോപ്പിലിൻ്റെ കോണത്തിൽ ബിസിനസ് നടത്തി എത്ര എണ്ണത്തിന് ചതിച്ചാണ് പോകണം. എൻ്റെ പൊന്നും. ഓക്കെ, സാലറി കൊടുക്കാൻ നേരത്തെ നിങ്ങൾക്ക് അത് ബിസിനസ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ സാലറി ഒക്കെ അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസം കൊടുത്ത് അങ്ങനെ അങ്ങനെയെങ്കിലും ചെയ്യും. ഇതതുമല്ലല്ലോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ഫൈനും വെച്ച് എന്തൊക്കെ മാങ്ങകളാണ് നീയൊക്കെ ഉണ്ടാക്കുന്നത്. വല്ലാത്ത കഷ്ടങ്ങൾ തന്നെ. പിന്നെ ഇന്ന് ഏതോ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ട് പെൺവാണിഭം ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. ഈ പെൺവാണിഭം എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഈ പെൺകൊച്ചുങ്ങൾ ഇപ്പം മുന്നോട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഇവരൊന്നും വരാതെ ആവും.
അതാണ് അതിൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം ഇവിടെ പോയ എല്ലാ പെൺകൊച്ചുങ്ങളും അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരൊറ്റ ടൈറ്റിൽ കൊണ്ട് മതി. ഏതോ ഒരു യൂട്യൂബിൻ്റെ അത് ഞാൻ കണ്ടാണ്. അങ്ങനെയുള്ള ടൈറ്റിലുകൾ പിന്നെ അതേ കണക്ക് തന്നെ തംബ്നെയിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയ പെൺകൊച്ചുങ്ങളെല്ലാം അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ പോയിട്ടുള്ള പെൺകൊച്ചുകളെല്ലാം ഇതേ കണക്കത്തെ ഒരു ഇതിലാണെന്ന് നിങ്ങൾ പറയാതെ പറയുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടികളും മുന്നോട്ടെടുത്തില്ല. അങ്ങനെ മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി ഭയങ്കര വലിയ സ്ട്രാറ്റജിയാണ്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക ആയിരിക്കും ബെറ്റർ. ഓക്കെ, ഇനി ഞാൻ യൂട്യൂബിൻ്റെ കണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂ, അതിനുശേഷം സെലക്ഷൻ, അതിനുശേഷം സാലറി, അക്കോമഡേഷൻ, പിന്നെ നിങ്ങളതിനെ പിടിച്ചു വയ്ക്കുന്ന ഇതൊക്കെ ഉഡായിപ്പുകളാണ്. ഉഡായിപ്പിൻ്റെ ഒരു ബഹളമാണ് നിങ്ങൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ മുന്നേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു റെസിപ്റ്റ് വെച്ചിട്ടുണ്ട് 12,000. പിന്നെ അതിനൊക്കെ ഫ്രീ ഷിപ്പിംഗ്. ഈ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ പെൺകൊച്ചുങ്ങളെ സാലറിക്കകത്തു നിന്നാണ്, സാലറി എന്നല്ല കമ്മീഷൻ കിട്ടുന്ന പൈസക്കകത്തു നിന്നാണ് അതുവരെ അവർ പിടിക്കുന്നത്. ഈ ഇവിടെ നിന്ന് മറ്റേ ഇതില്ല, എന്താണ് ഈ തുണികൾ വാങ്ങിക്കുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കുക, ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വാങ്ങിക്കണമെന്നുള്ളത്. കാരണം ആ പെൺകൊച്ചുങ്ങളെ പിഴിഞ്ഞ് ഊറ്റി ആണ് ഈ ഒരു ബിസിനസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ലായിരിക്കും, പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല, പക്ഷേ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ പെൺകൊച്ചുങ്ങൾ അങ്ങനത്ത് ഭയങ്കര ചിരിച്ച് സംസാരിക്കും, ഭയങ്കര ഇതിൽ സംസാരിക്കും. അവരവരുടെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കിയായിരിക്കും പല ആൾക്കാരും നിങ്ങളടുത്ത് ചിരിച്ച് സംസാരിക്കാൻ ബാക്കിയുള്ള എല്ലാം ചെയ്യുന്നത്. പിന്നെ അവർക്ക് അതിൻ്റെ അകത്ത് പുറത്തിറങ്ങാൻ നേരത്തെ മാത്രമാണ് അവർക്ക് പറയാൻ പറ്റുന്നത്. അവർ ഒരാളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആര് മൈൻഡ് ചെയ്യുമെന്നുള്ളത് കൊണ്ടായിരിക്കും പലരും പറയാതിരുന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പെൺകൊച്ചൊരു ഇൻസ്റ്റഗ്രാമിൽ ഇതിട്ട് ആ നാട്ടിലുള്ള തന്നെ, അപ്പോൾ അതിൻ്റെ ആ താഴെയാണ് എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്തത്. ആ കമൻറ്റ് ചെയ്ത മിക്കവാറും എല്ലാവരും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയച്ച്, ഒരുപാട് പേര് വോയിസ് മെസ്സേജ് ഇട്ട്, പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സഹായിച്ച് അതിൻ്റെ കുറേ ഡീറ്റെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വോയിസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്ത് ഈ സ്ഥാപനത്തിലെ ആൾ, അതായത് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്ന ഒരാളുണ്ട്, അങ്ങേര്, അതായത് ഈ അച്ചു എന്ന് പറഞ്ഞവരുടെ ഹസ്ബൻഡ്, പുള്ളിയുടെ കുറേ വോയിസ് മെസ്സേജുകളുണ്ട് ആ ഗ്രൂപ്പിൻ്റെ അകത്തൊക്കെ. ഇവർ ഈ പെൺകൊച്ചുങ്ങളെ ഗ്രൂപ്പിൻ്റെ അകത്ത് അയക്കുന്നു. വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളാണ്. നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുന്നത്, ഈ ജോലിക്ക് വരുന്നവരൊക്കെ മൂന്നാം കിടക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഒരു വഴക്കുമില്ല അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ സംസാരിക്കരുത്. നിങ്ങളുടെ എംപ്ലോയീസ് ആണ്, അല്ലാതെ നിങ്ങളുടെ അടിമകളല്ല. അടിമത്തൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ആ ലോകത്തുനിന്നും തിരിച്ചു വന്നിട്ടില്ലേ? അങ്ങനെ വീട്ടിൽ 6 മക്കളുണ്ട്, മറ്റതുണ്ട് മറിച്ചതുണ്ട്. 6 മക്കളിൽ ഒരാൾ ഇയാളാണ്. ആ ബാക്കി 5 പേരും ചേർന്ന് പുള്ളിക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയുള്ള പണം ഉണ്ടാക്കരുത്, ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കിക്കോ. നിങ്ങൾ അവർക്ക് സാലറി കൊടുക്കുക, ഒരു 20,000 രൂപയുടെ സാലറി അല്ലെങ്കിൽ 25,000 രൂപ സാലറി, നിങ്ങൾ ഇത്ര രൂപ ചെയ്തോ. അല്ലെങ്കിൽ അവർക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അവരെ പിരിച്ചു വിട്ടോ, അങ്ങനെയാണ് ചെയ്യും. ഇനി ഇതിൽ നിന്നും കാട്ടി വേറൊരു കോമഡി, ഇവരെ ഇൻ്റർവ്യൂവിന് ഇവരൊക്കെ ആളെ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോഴവരെ ചെയ്യുന്ന ഈ പെൺകൊച്ചുങ്ങളടുത്ത് പറയുന്ന, നിങ്ങൾ മിനിമം 2 ആൾക്കാരെ കൊണ്ടുവരണം, 2 ആൾക്കാരെ നിങ്ങളിവിടെ കൊണ്ടുവരണം. അതിൽ പറയുന്ന ഡയലോഗുകൾ, നിങ്ങൾക്ക് ഞാൻ ജോലി തന്നു, അതുകൊണ്ട് നിങ്ങൾ 2 പേരെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് 2 പേർക്ക് ജോലി കൊടുത്തുകൂടാ, അത് നിങ്ങൾ കൊണ്ടുവന്നിരണം, 2 പേരെ കമ്പൽസറി ആയിട്ട് കൊണ്ടുവരണം. എൻ്റെ അന്നം കൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ 2 പേർക്ക് ഒരു ജീവിതം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ വ്യക്തികളെ അംഗീകരിക്കാൻ പറ്റില്ല. കർശന നിലപാടാണ്. ഇന്നേക്ക് 30 ദിവസത്തിനുള്ളിൽ 2 പേരെങ്കിലും ജോലി കൊടുക്കാത്തവർ 10,000 രൂപ ഫൈൻ അടച്ചിരിക്കണം. ഒരാൾക്ക് 5,000 രൂപ വെച്ച് 2 പേർക്ക് 10,000 രൂപ ഫൈൻ അടച്ചിരിക്കണം. ഫൈൻ എന്തോന്നാണ് ഇതൊക്കെ അങ്ങേരുടെ വോയിസ് ഉള്ളതാണ്. ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കുറച്ച് വോയിസിലൊക്കെ വെക്കാം. ഇമാതിരി ചെറ്റത്തരം എല്ലാം ചെയ്യുന്ന ഒരുത്തനെ കൊട പിടിച്ച് നന്നാക്കാനായിട്ട് ഒരു യൂട്യൂബർമാർ, ഇൻഫ്ലുവൻസേഴ്സ് ഇറങ്ങരുത്, ദയവ് ചെയ്തിട്ട് ഇറങ്ങരുത്. അപേക്ഷയാണ്. ഓക്കെ, അപേക്ഷയാണ്, ഇറങ്ങരുത്. ഇതേ കണക്കുള്ള ഉഡായിപ്പുകളെ താങ്ങാനായിട്ട് ഇറങ്ങരുത്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഞാൻ പ്രതികരിക്കുന്ന എന്തായാലും ഇതേ കണക്കായിരിക്കത്തില്ല. ഞാൻ ഇനി വന്ന് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും രീതിയിലായിരിക്കില്ല സംസാരിക്കുന്നത്. കാരണം ഈ ഓരോ പെൺകുട്ടികളുടെ അനുഭവം കേൾക്കാൻ നേരത്തെ മനസ്സിലാവും ഇത് അവർ വളരെ അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അത് മാത്രമല്ല, അവർ മാനസികപരമായിട്ടൊക്കെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ചിലരൊക്കെ
ഈ ഗ്രൂപ്പുകൾ വരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഫോൺ നമ്പർ തന്നെ മാറ്റി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കൊച്ചുങ്ങളെ ഫോണൊന്നല്ല, ഇവർ 20,000 രൂപ മേടിച്ച ഒരു ഫോണൊക്കെ ഉണ്ട്, ബിസിനസ് ഫോൺ. അത് പുള്ളിക്ക് അവിടെ കൊടുക്കണം. അതിൻ്റെ സിമ്മിൻ്റെ മറ്റേ സിം എടുത്തേക്കുന്ന ഈ പെൺകുട്ടികളായിരിക്കും. ഈ സിം തന്നെയാണ് പിന്നെ ഉപയോഗിക്കുന്നത്. അതായത് നിമ്മി എന്ന് പറഞ്ഞ ഒരാൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിമ്മി എന്നും അവിടെ ഉണ്ട്. ഒറിജിനൽ ആ ബാക്കിലെ ആൾക്കാർ ഇങ്ങനെ മാറി മാറി വന്നാലും ദ പേജ് വിൽ ബി നിമ്മി. അതേ നമ്പറിൽ അതേ ഫോണിൽ അതേ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ 20,000 രൂപയ്ക്ക് നിമ്മി ഒരു ഫോൺ മേടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ നിമ്മി പോയി കഴിഞ്ഞാൽ ആ ഫോൺ അവിടെ കൊടുക്കും. ആ പുള്ളി ഓണർ പുള്ളി 10,000 രൂപയ്ക്കോ 20,000 രൂപയ്ക്കോ അടുത്ത ആൾ വരുന്നിടയ്ക്ക് ആ ഫോൺ വിൽക്കും. ആ 20,000 രൂപ 10,000 രൂപ ആരുടെ പോക്കറ്റിൽ പോയി? അങ്ങേരുടെ പോക്കറ്റിൽ പോയി. അതായത് ഒരു മണ്ണാങ്കട്ടയും ചെയ്യാതെ ആ ഇരിക്കുന്നവൻ അങ്ങനെയും പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കടലാസി എഴുതി വാങ്ങിച്ചെന്തോ കോപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഏത് സ്ഥലത്താണോ മുദ്രക്കടലാസി ഫോൺ ഇതണക്ക് എഴുതി മേടിക്കുന്നത്? ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഈ എംപ്ലോയ്മെൻറ്റ് ലേബർ ടീമുകളൊക്കെ അവിടെ എന്ത് പഴം പിടുങ്ങിയായിട്ടാണ് അവന്മാർ ഇരിക്കുന്നത് എന്തോ. ഞാൻ ഇന്നലെ കൊല്ലം ജില്ലയെന്ന് പറഞ്ഞു. കൊല്ലം ജില്ലയല്ല, പത്തനംതിട്ട ജില്ല, അടൂര്. അപ്പോൾ ഈ അടൂര് തന്നെ ലേബർ ഓഫീസ് ഉണ്ടല്ലോ. ആ ലേബർ ഓഫീസിൽ അവന്മാർക്ക് ഒന്ന് പോയിട്ട് അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഈ പെൺകുട്ടികളൊക്കെ തന്നെ ഇവിടെ ജോലി ചെയ്ത പെൺകുട്ടികളാണ്, ഒരു പത്രപരസ്യം ഇട്, ഇവിടെ ജോലി ചെയ്ത പെൺകുട്ടികൾക്ക് ഇത്രാം തീയതി വന്ന് നിങ്ങളവിടെ പരാതികൾ സമർപ്പിക്കാം എന്നൊരു മണ്ണാങ്കട്ടെങ്കിൽ നീയൊക്കെ ഇടേ. അങ്ങനെയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്ക്. അല്ലെങ്കിൽ ഓരോ ഇൻഫ്ലുവൻസർമാരുടെ അടുത്തും പറയും, ഇതണക്ക് ഞങ്ങൾ ഇതണക്ക് ഒരു കാര്യം ചെയ്യുന്നുണ്ട്, നിങ്ങളും കൂടെ ഒന്ന് പ്രചരിപ്പിക്കണം. അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളൊക്കെ കൊടുക്ക്. ഇതൊക്കെ ചെയ്യും. അപ്പോൾ എന്തുമാത്രം പരാതികൾ വരുന്നെന്ന് നോക്കൂ. എന്നിട്ട് ആ പരാതികൾ കഴമ്പുള്ളതെല്ലാം എടുത്ത് അന്വേഷിക്കൂ. എന്നിട്ട് ഇവർ തെറ്റുകാരാണെങ്കിൽ അവരെ ശിക്ഷ കൊടുക്കണോ. ഫൈനാണെങ്കിൽ ഫൈൻ അടിച്ചിട്ടോടെ. കുറേ ഫൈൻ വിരിച്ചല്ലേ, അടിച്ചിട്ട് കൊടുക്ക് ഫൈന്. അതായത് നിയമത്തിലില്ല ഇതൊന്നും. അത് നിങ്ങൾ പഠിച്ച നിയമത്തില്ല. നമ്മളൊക്കെ കാണുന്ന നിയമത്തിലുണ്ടല്ലോ. നിങ്ങൾ പഠിച്ച നിയമത്തിലൊന്നുമില്ല. ഈ ലേബർ ഓഫീസർമാരുടെ നിയമത്തിലതൊന്നുമില്ല. അങ്ങനെയാണ്. ഇതിൽ കോമഡിയാണ്. ഒരു ബേസിക് സാലറി വെച്ച് ഇത്ര രൂപയാണ് നിങ്ങൾക്ക് സാലറി, നിങ്ങൾ ഇത്ര രൂപയുടെ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപയുടെ കമ്മീഷൻ കിട്ടും. എഴുതി വയ്ക്കുക. അല്ലാതെ നീ ഇന്ന് മുതൽ 10%, നാളെ മുതൽ 5% എന്നും പറഞ്ഞുകൊണ്ടുള്ള കോപ്പല്ല. അങ്ങനെയല്ല ബിസിനസ് നടത്തുന്ന. ഓക്കെ, അതിനല്ല ബിസിനസ് നടത്താനുള്ള. ആ പെങ്കൊച്ചികളൊക്കെ അവിടെ വന്നേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ 10% കൊടുക്കും എന്ന് പറഞ്ഞായിരിക്കും അവർ പിന്നെ നിൽക്കുന്നത്. അപ്പോഴാണ് നീ ഒരു ദിവസം വന്നിട്ടങ്ങ് പറയുന്നത് നാളെ മുതൽ 5% ഉള്ളു. അതും ബിസിനസ് ഇല്ലാത്തതുകൊണ്ടല്ല. അവൻ പറഞ്ഞ ഡയലോഗ് എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസമൊക്കെ നല്ല ബിസിനസ് ആയിരുന്നു, ഭയങ്കര ബിസിനസ്, നിങ്ങൾക്ക് ഒരുപാട് സാലറി അങ്ങ് മേടിച്ചു, സാലറി അല്ല കമ്മീഷൻ മേടിച്ചു, അതുകൊണ്ട് അടുത്ത മാസം മുതൽ 5% ഉള്ളു. സാധാരണ രീതിയിൽ ഒരുപാട് ബിസിനസ് ഇടാൻ നേരത്ത് ആ ബിസിനസ് നടത്തുന്ന പെൺകുട്ടികൾക്ക് 10 എന്നുള്ളത് ഒരു 12, 15 ആക്കി കൊടുക്കാം. അതല്ല നീ ചെയ്യുന്ന. ബിസിനസ് കൂടുതലാണ്, അതുകൊണ്ട് റിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5% ആക്കി കൊടുക്കും. GST റെയ്ഡ് അവിടെ നടന്നിട്ടുണ്ട് അല്ലേ? GSTക്കാരുടെ റെയ്ഡ് അവിടെ നടന്നിട്ടുണ്ട്. ആ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീട് തന്നെയാണ് ഒരു ഓഫീസ്. അപ്പോൾ അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ബിസിനസ്സാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വെറുതെ ഒന്നുമല്ല ഇവർ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. കോടികൾ അവർ ഇതിൻ്റെ അകത്ത് നിന്ന് ആ പെങ്കൊച്ചുങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ടാണ് ഈ ഡെപ്പോസിറ്റ്, ഫൈന്, മാങ്ങ, ചക്ക, തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും 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 അതുങ്ങളെ നീ ഊറ്റി മേടിക്കുന്നത്. എന്തിനാടാ ചെയ്യുന്നത് അതിനെയൊക്കെ? എന്ത് മലരിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത് നിനക്കൊക്കെ അത്യാവശ്യം നിനക്ക് നല്ല ഇത് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതും പോരാഞ്ഞ് പിന്നെ ആ പെങ്കൊച്ചുങ്ങളെ ഊറ്റി നീയൊക്കെ പറഞ്ഞേക്കുന്ന എല്ലാ ഉടായ്പകളും, അതായത് ഫ്രീ മാങ്ങാം, മറ്റത് മറിച്ചത്, ഇതൊന്നും ഇല്ല നിങ്ങൾക്ക്. ഒരു നേരത്തെ ഫുഡിനാണ് നിങ്ങൾ ഈ ചാർജ് ചെയ്യുന്നത്. ആയിക്കോട്ടെ, ഒരു നേരത്തെ ഫുഡിന് ചാർജ് ചെയ്തു എങ്കിൽ അത് പറയാമല്ലേ. നിങ്ങളെയൊക്കെ ആഡിറ്റത്ത് പറയാം നീയൊക്കെ. പിന്നെ ഇവിടെ അല്പന്മാരായത് കാരണമാണ്. ഇതാ ഫുഡ് കഴിക്കുന്ന കണ്ടു, ഇതാ ചോറ് വിളമ്പുന്നു, അച്ചാറ്, കറി, മറ്റത് മറിച്ചത്. അത് കാണുമ്പോൾ തന്നെ അറിയാം ഉടായ്പകളാണ് അങ്ങനെ ചെയ്യുന്നത്. ഉടായ്പകളാണ് അങ്ങനത്തെ സാധനം ചെയ്യുന്നത് കേട്ടാ. അല്ലാത്തവർ ചെയ്യത്തില്ല. കാരണം അല്ലാത്തവർ അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന സാധനം ചെയ്യത്തില്ല. അവനെ എന്തൊന്നും കാണിക്കണ്ട, ഇത് അവരൊക്കെ അമ്മ കൊടുക്കുന്നതാണ്.
ഫ്രീ ആയത് കാരണം അവർ കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഫുഡ് കൊടുക്കുന്നത് ആ പെൺകുട്ടികളുടെ ക്യാഷും ഉണ്ട്, എന്നിട്ട് നീയൊക്കെ ഫ്രീ ആണ്, സദ്യയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് കാണിക്കും. ചെറ്റത്തരം. ചെറ്റത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറ്റത്തരം. അതാണ് നീ കാണിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ആർക്കും പ്രതികരിക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങളൊക്കെ മതിയാക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ആ ഷോപ്പ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ നടത്തിക്കൊണ്ട് പോയി. ജോലി കിട്ടുന്നതല്ലേ, ജോലി കിട്ടട്ടെ, പെൺകുട്ടികൾക്ക് ജോലി കിട്ടട്ടെ. പിന്നെ അതിൻ്റെ അകത്ത് ക്യാമറയൊന്നും ഇല്ലയെന്ന് പറയുന്നിട്ട് ഇത്രയും കൊച്ചുങ്ങളെ ജോലി ചെയ്യുന്നതല്ലേ, ക്യാമറയൊക്കെ മേടിച്ച് വയ്ക്കുക കേട്ടോ. ക്യാമറയൊക്കെ അവിടെ മേടിച്ച് വയ്ക്കുക. അങ്ങനെ ചെയ്യ്. എവിഡൻസ് വേണ്ടേ? എവിഡൻസൊക്കെ വേറെ ആർക്കും റിക്കവർ ചെയ്തെടുക്കാനായിട്ട് എവിഡൻസ് വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഈ ഫോൺ അവർ പൈസയ്ക്ക് മേടിക്കുന്ന ഫോൺ നിങ്ങൾ എടുത്തുകൊണ്ട് പോകാതിരിക്കാം. സിമ്മ് നിങ്ങളെ കമ്പനിയുടെ പേരിൽ എടുത്തു കൊടുക്കുക. അല്ലാതെ പെൺകൊച്ചുങ്ങളെ ഫോണല്ലേ, അല്ലെങ്കിൽ അവരുടെ ഇതായിക്കോട്ടെ, സിമ്മ് നിങ്ങൾക്ക് ഊരി തരും, ഫോൺ അവർ കൊണ്ടുപോകും. അല്ല മുദ്രക്കടലാസ് 100 മുദ്രക്കടലാസിൻ്റെ ആവശ്യമില്ല നിനക്കൊക്കെ ഓരോ കോപ്പ എഴുതാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഫൈനുകൾ, എനിക്ക് കുറച്ച് ലോജിക്കില്ല ഫൈനുകളൊക്കെ. ഏത് സ്ഥലത്താണ് ഇത് ഫൈനും മാണങ്ങട്ടെ ഉള്ളത്? എന്തൊക്കെ പോഴത്തരങ്ങളും മണ്ടന്മാരും ഇക്കാലത്തും ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഇതാണൊക്കെയാണുള്ള. ഇപ്പോൾ കുറച്ച് വോയിസ് ഞാൻ ഇതിൻ്റെ അവസാനം അണ്ണൻ്റെ ചില വികൃതി വോയിസുകൾ ഞാൻ ഇതിൻ്റെ അവസാനം വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് അവർ പറഞ്ഞേക്കുന്ന സംഭവം ഞങ്ങൾ കൂട്ടുന്നു, ഉടായ്പാണ്. നിങ്ങളൊരു കമ്പനിയാണ്, നിങ്ങൾക്ക് എംപ്ലോയീസ് ഉണ്ട്, ആ എംപ്ലോയീസിന് നിങ്ങൾ ഇതിനകത്തെ ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് കൂട്ടാനൊന്നും പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ആ എംപ്ലോയീസിൻ്റെ റൈറ്റൊക്കെ അവിടെ പോയി. അപ്പോൾ നിങ്ങൾ എംപ്ലോയീസ് ആണോ അല്ലേ എന്നുള്ളത് തെളിയിക്കുക. നിങ്ങളുടെ എംപ്ലോയീസ് ആണോ അത്രയും പിള്ളേരുള്ളത് തെളിയിക്കുക. അല്ലെ എംപ്ലോയീസ് ഉള്ള സ്ഥലത്ത് പെട്ടെന്നൊരു സ്ഥാപനം ഞങ്ങൾ പൂട്ടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അതിന് കുറച്ച് നിയമവശങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ അതൊക്കെ ചെയ്യുക. ഓക്കെ. പിന്നെ വോയിസുകൾ കേൾക്കാൻ മറക്കണ്ട. കുറച്ച് വോയിസുകളെ വെക്കുന്നുള്ളൂ, കേൾക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ബൈ. ജസ്റ്റ് ഹോസ്റ്റലിൽ തന്നു മാത്രമേ ഉള്ളൂ. ഹോസ്റ്റലുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ഇടുക അല്ലാതെ അവിടുത്തെ ഉണ്ടാകുന്ന വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധിയിൽ ഇതൊന്നും ഒലിവയ്ക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. ഒലിവിയ സ്ഥാപനത്തിൻ്റെ ഗേറ്റ് കടന്നാൽ നിങ്ങൾക്ക് എന്ത് വന്നാലും ഒലിവയ്ക്ക് ഒരു ഉത്തരവാദിത്തമില്ല. ഇവിടെ 10 മുതൽ ഇവിടെ നിങ്ങൾ ഇറങ്ങുന്ന ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അതും ഉത്തരവാദിത്തം ഒന്ന് എഴുതി മേടിക്കും. കാരണം വെച്ചാൽ ഇത്രയും പേരെ വെച്ച് പോകുമ്പോൾ നമുക്ക് പല തലവേദനകളും ടെൻഷനും ഒക്കെയുണ്ട്. നിങ്ങളുടെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അവിടെ ഹോസ്റ്റലിൽ കിടന്ന് ആർക്കും വയ്യാങ്കിൽ ഞങ്ങളെ വിളിക്കുക പോലും ചെയ്യരുത്. അതുകൊണ്ട് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല. അങ്ങനെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടവർ നിങ്ങളുടെ പേരൻസുമായിട്ടൊക്കെ വന്ന് വീടെടുത്ത് താമസിക്കുക. ഞങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യ. എവിടെയോ വന്നവർ എവിടെയോ കിടന്ന് ആർമാദിച്ചിട്ട് കുറച്ചാൾ സ്ഥിരമായിട്ട് നിൽക്കുന്നവർ ആരും അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ തെക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും കൂടെ ഇരിക്കുകയും ശുശ്രൂഷിക്കുകയും കാശ് മുടക്കുകയും ചെയ്ത 100 അനുഭവങ്ങളുണ്ട്. അവരൊക്കെ ഞങ്ങളെ പോയപ്പോൾ ചീത്ത വിളിച്ചിട്ടാണ് പോയത്, അല്ലെങ്കിൽ മനുഷ്യത്തെ രഹിതമായിട്ടാണ് പോയത്. അതുകൊണ്ട് എന്ത് വന്നാലും ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. ഇപ്പോൾ 10 മുതൽ 5 വരെ മാത്രം എന്തെങ്കിലും വന്നാൽ ഓട്ടോറിക്ഷ വിളിക്കുകയും അതുപോലെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയൊക്കെ ചെയ്യും. കൂടെ ആളിനെ വിടും. അല്ലാതെ ഇവിടുന്ന് ഇറങ്ങി 10 മുമ്പായിട്ട് വൈകിട്ട് 5 ശേഷം ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കത്തില്ല. എന്ത് സംഭവിച്ചാലും ഞങ്ങളെ വിളിക്കരുത്. ഞങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്ത് പരസ്പരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ കൂടി ഇരിക്കുകയോ ആശുപത്രി എക്സ്പെൻസ് ഒക്കെ നിങ്ങൾ മുടക്കും. അതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല. ഇവിടെ നിങ്ങൾ കസ്റ്റമർ തരുന്നു, അതുപോലെ നിങ്ങൾ ബിസിനസ് നടത്തുന്നു, കമ്മീഷൻ വ്യവസ്ഥയാണ്, സാലറി അല്ല. നിങ്ങളുമായിട്ട് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ ഉത്തരവാദിത്വം ഉള്ളവരൊക്കെ ദയവായി നിർത്തിപ്പോവുക, അല്ലെങ്കിൽ പുറത്തെ ഹോസ്പിറ്റലിൽ താമസിക്കുക, അല്ലെങ്കിൽ പേരൻസിനെ എല്ലാം വിളിച്ചത് അവരെ കൂടെ താമസിക്കുക. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. എവിടുന്നോ വന്നവരെ പുറകെ നടക്കാൻ ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല. ഞങ്ങൾക്ക് 100 കാര്യങ്ങൾ ഞങ്ങളുടെ വിഷയങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ ആരെങ്കിലും ഫീലിംഗ് ഒക്കെ ഉള്ളവർ നിർത്തിപ്പോവുക. ഒരു പ്രശ്നമില്ല. മൊബൈൽ ഇവിടെ വെച്ച് പോകണമെന്നേ ഉള്ളൂ. ട്രെയിനിങ് പിള്ളേരാണെങ്കിൽ അവർ നിർത്തിപ്പോവുക. ഒരു വിഷയമില്ല. ആടെ പുറകിൽ എന്ത് സംഭവിച്ചാലും ഒലിവയ്ക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. ക്ലിയർ പറയാം. ഇത് കമ്മീഷൻ വ്യവസ്ഥയാണ്, സാലറി വ്യവസ്ഥയല്ല. നിങ്ങൾ വീഡിയോ ചെയ്യുന്നു, നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നു, നിങ്ങൾ കൊടുക്കുന്നു, അതിന് കമ്മീഷൻ മേടിക്കുന്നു, അത്ര മാത്രം. അതിനപ്പുറം യാതൊരു ബന്ധവും ആരുമായിട്ട് ഒലിവയ്ക്കില്ല. എന്ത് വന്നാലും എന്തെല്ലാം സംഭവിച്ചാലും ഒലിവിയ അതിനൊപ്പം നിൽക്കുകയില്ല. കാരണം ചോദിച്ചാൽ ഇത് സാലറി അല്ല, കമ്മീഷൻ വ്യവസ്ഥ വർക്കിയാണ്. നിങ്ങൾ വരുന്നത് ജോലി ചെയ്ത് പോകുന്നു, ഡെയിലി വേജസ് പോലാണ്. അതുകൊണ്ട് എന്ത് വന്നാലും ഗേറ്റിൻ്റെ 10 ശേഷവും 5 ഇടയ്ക്ക് മാത്രമേ ഓഫീസുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ മാത്രമേ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തമുള്ളൂ. അത് 100% ഉത്തരവാദിത്തമൊന്നുമില്ല.
ഹോസ്പിറ്റൽ കേസ് വന്ന 1 രൂപ പോലും വലിയ മുടക്കത്തില്ല. ഹോസ്പിറ്റൽ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് 10 മുതൽ 5 വരെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 50 പൈസ പോലും ഞങ്ങൾ മുടക്കത്തില്ല. ഞങ്ങൾക്ക് മുടക്കം ഇല്ല, ഞങ്ങൾ വില കുറച്ച് കൊടുക്കുന്നത്. 50 പൈസ മുടക്കത്തില്ല. ഇനി ഹോസ്റ്റലുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ കാര്യം അനുസരിച്ച് മാത്രമേ ജോലി നിൽക്കാവൂ. അല്ലെങ്കിൽ പിന്നീട് പേരൻസ് ഇതുവരെ പൊങ്ങാത്തവരും മുങ്ങി നിൽക്കുന്നവരൊക്കെ നാളെ പൊങ്ങിയിട്ട് ന്യായമായിട്ട് ഇങ്ങോട്ട് വന്ന് അതിൻ്റെ വിവരം പറയും. ഒരു ഇതുമില്ല. അങ്ങനെ ഉത്തരവാദിത്തമുള്ളവരും പേരൻസ് ഉള്ളവരും അങ്ങനെ അംഗന്മാരുള്ളവരും കാമുകന്മാരും ഒക്കെ ഉള്ളവർ ആ ഉത്തരവാദിത്തം നിങ്ങളെ അതുപോലുള്ള സ്ഥലത്ത് ജോലി മേടിച്ച് തരട്ടെ. ഉത്തരവാദിത്തമുള്ള സ്ഥലത്ത് ജോലി മേടിച്ചിട്ട് ഒരു ഉത്തരവാദിത്തമുള്ളത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വെച്ച് സംഭവിച്ചാൽ പോലും ഒരു 50 രൂപ പോലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചിലവാക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് ചിലവാക്കാനില്ല. ഞങ്ങളിത് കഷ്ടപ്പെട്ട് തുച്ഛമായ ലാഭത്തിൽ പോകുന്ന ബിസിനസ്സാണ്. അപ്പോൾ അവിടെ 50 പൈസ പോലും മുടക്കത്തില്ല. ഇവിടെ വെച്ച് മുടക്കത്തില്ല. പുറത്താണെങ്കിൽ അതുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് മനസ്സിലാക്കി മാത്രമേ ആരെങ്കിലും നിൽക്കാവൂ. കാരണം ഒത്തിരി കൊണ്ടുപോവുകയും സൂക്ഷിക്കുകയും കാശ് മുടക്കുകയും ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. ഇനി അങ്ങനത്തെ മനുഷ്യത്വം ഒന്നും കാണിക്കാൻ താല്പര്യമില്ല. അതനുസരിച്ച് അങ്ങനെ എന്തെങ്കിലും ഫീലിംഗ് ഉള്ളവരൊക്കെ നിർത്തി പോകേണ്ടതാണ്.